പാറുവിൻ്റെ വിരലുകൾ ഫോണിൻ്റെ സ്ക്രീനിൽ തൊടാൻ മടിച്ചു. വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്ക്രീനിൽ തെളിഞ്ഞു കിടക്കുന്ന ആ ചെറിയ വീഡിയോ ഫയൽ ഒരു പ്രേതത്തെ പോലെ അവളെ നോക്കി പരിഹസിക്കുകയായിരുന്നു. അതിന് താഴെയായി അക്ഷരങ്ങൾ തെളിഞ്ഞു വന്നു. പ്ലേ ചെയ്യൂ. ആ വരികൾ വായിച്ചപ്പോൾ അവളുടെ തൊണ്ടയിൽ ഒരു വലിയ കട്ട തടഞ്ഞതുപോലെ തോന്നി. വായു പോലും തൊണ്ടയിലൂടെ കടന്നു പോകാൻ ബുദ്ധിമുട്ടി. അവൾക്കറിയാമായിരുന്നു ആ വീഡിയോ തുറന്നാൽ കാണാൻ പോകുന്നത് തൻ്റെ സമാധാനത്തിൻ്റെ അന്ത്യമായിരിക്കുമെന്ന്. തുറക്കാതിരുന്നാൽ അത് അജ്ഞാതമായ ഒന്നിൻ്റെ ഭയമായി അപ്പോഴും അവളുടെ ഉള്ളിലുണ്ടാകും. അജ്ഞാതമാണോ ഭയാനകം, അതോ സത്യമാണോ? തീരുമാനിക്കാൻ കഴിയാതെ അവൾ ആ കട്ടിലിൽ നിശ്ചലയായി. ഒടുവിൽ ഹൃദയമെടുപ്പ് ചെവിയിൽ ഒരു ഡ്രം പോലെ മുഴങ്ങവേ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ശ്വാസം ഒന്ന് ഉള്ളിലേക്ക് ആഴത്തിൽ വലിച്ചെടുത്ത് വിറയ്ക്കുന്ന വിരലുകൊണ്ട് ആ വീഡിയോ ഐക്കണിൽ അമർത്തി. വീഡിയോ പ്ലേ ആയി. തുടക്കത്തിൽ ഇരുട്ട് മാത്രം. പാറുവിൻ്റെ ഹൃദയം തൊണ്ടക്കുഴിയിൽ വന്നു നിന്നു. എന്ത് ഭീകരതയായിരിക്കും വരാൻ പോകുന്നതെന്ന അമിതമായ ഭയത്താൽ അവൾ ഒരു നിമിഷം കണ്ണുപൊത്തി. പിന്നെ വീഡിയോയിൽ പതിയെ ഒരു ചിത്രം തെളിഞ്ഞു വന്നു. ആദ്യം അത് മങ്ങിയതായിരുന്നു. എങ്കിലും അല്പനേരം കഴിഞ്ഞപ്പോൾ എല്ലാം വ്യക്തമായി. അവളുടെ കണ്ണ് വിടർന്നുപോയി. അത് സ്കൂളിൻ്റെ കോറിഡോർ ആയിരുന്നു. വീഡിയോയിൽ കാണുന്നത് 2 ദിവസം മുൻപുള്ള ദൃശ്യങ്ങളാണ്. ക്യാമറ ഒളിച്ചിരുന്ന് റെക്കോർഡ് ചെയ്യുന്നതാണ്. ക്യാമറയ്ക്ക് മുന്നിലൂടെ പാറു നടന്നു പോകുന്നു. ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മറ്റാരെയും ശ്രദ്ധിക്കാതെ ഒരു ചെറിയ കുട്ടിയെപ്പോലെ നടന്നു നീങ്ങുന്ന താൻ. പാറുവിൻ്റെ ഉള്ളിലെ ചോര തണുത്തുറഞ്ഞു. താൻ അന്ന് ആ വഴിയിൽ പോയതാരും ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ. പിന്നെ ഇതെങ്ങനെ? അവളുടെ ചുണ്ടുകൾ വിറച്ചു. വീഡിയോയിൽ അവൾ നടന്നു നീങ്ങുന്നത് ക്യാമറ പിന്തുടരുന്നില്ല. മറിച്ച് അകലെ നിന്ന് ഒരു സ്ഥാനത്തുറപ്പിച്ചു വെച്ച് അവളെ മാത്രം ശ്രദ്ധിച്ച് റെക്കോർഡ് ചെയ്യുകയാണ്. അവൾ കോറിഡോർ കടക്കുന്നു. പടികൾ ഇറങ്ങുന്നു. 30 സെക്കൻഡ് മാത്രം നീളുന്ന ആ വീഡിയോ പാറുവിൻ്റെ ശരീരത്തിലെ രക്തം മുഴുവൻ വറ്റിച്ചു കളഞ്ഞു. അവൾ അറിഞ്ഞുകൊണ്ട് ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ നോക്കിക്കൊണ്ട് മറ്റൊരിടത്ത് മറ്റൊരു ലോകം പ്രവർത്തിക്കുന്നുണ്ട്. വെറുതെ മെസ്സേജ് അയക്കുകയല്ല, വെറുതെ ഭീഷണിപ്പെടുത്തുകയുമല്ല. അവൾ ഓരോ നിമിഷവും നിരീക്ഷിക്കപ്പെടുകയാണ്. അവൾ എപ്പോൾ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, എന്ത് ധരിക്കുന്നു, എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ്. അവൾ ഭയത്താൽ കട്ടിലിൻ്റെ കോണിലേക്ക് നീങ്ങിയിരുന്നു. മുട്ടുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശരീരത്തെ പരമാവധി ചുരുക്കി. ശ്വാസം വേഗത്തിലായി. അപ്പോഴാണ് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഫ്രെയിമിൻ്റെ വലതുവശത്ത് ഒരു ചെറിയ ചലനം ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു നിഴൽ. വെളുത്ത ഷർട്ടിൻ്റെ കഫ്. കൈത്തണ്ടയിൽ കറുത്ത വാച്ച്. അത് ക്യാമറ പിടിച്ച ആളുടെ കൈയാണ്. അവൾ വീണ്ടും വീഡിയോ പ്ലേ ചെയ്തു. വീണ്ടും. പക്ഷേ മുഖമൊന്നും കാണാൻ കഴിയുന്നില്ല. ആ ഒരു കറുത്ത വാച്ച് മാത്രമാണ് ഏക തെളിവ്. എന്തിനാ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ആ ചോദ്യം അവളുടെ ഉള്ളിൽ നിന്ന് വേദനയോടെ പൊട്ടിപ്പുറപ്പെട്ടു. മുറിയിലെ നിശബ്ദതയ്ക്ക് ഇപ്പോൾ മരണത്തിൻ്റെ ഭാരമുണ്ടായിരുന്നു. അപ്പോഴാണ് ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തത്. അതേ നമ്പർ. ഹൃദയമിടിപ്പ് വീണ്ടും ശക്തമായി. മെസ്സേജ് തുറന്ന നിമിഷം അവളുടെ ശ്വാസം മുട്ടി. നിനക്കിപ്പോൾ മനസ്സിലായോ? ഞാൻ വെറുതെ പറയുന്നതല്ല. നിന്നെ ഞാൻ കാണുന്നുണ്ട് എല്ലാ ദിവസവും. അവൾ ഫോൺ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. മുറിയിലെ ഭിത്തികളിലേക്ക് അവൾ നോക്കി. പെട്ടെന്ന് ഭിത്തിയുടെ ഓരോ ഇടുക്കിലും ആരുടെയോ കണ്ണുകൾ തന്നെ ഒളിഞ്ഞു നോക്കുന്നത് പോലെ തോന്നി. ഇതുവരെ താൻ കരുതിയത് ആരോ തനിക്ക് മെസ്സേജ് അയക്കുകയാണെന്നാണ്. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. ആരോ തൻ്റെ സ്വകാര്യതയിലേക്ക്, തൻ്റെ ഭയങ്ങളിലേക്ക്, തൻ്റെ ദിവസങ്ങളിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. അവൾ ആ 2 നമ്പറുകളും മാറി മാറി നോക്കി. ഇതാരാണ് തന്നെ പിന്തുടരുന്നത്? ഇതിനൊക്കെ ഒരു അവസാനമുണ്ടാകുമോ? അവൾക്കുത്തരമില്ല. അപ്പോഴാണ് സ്ക്രീനിൽ അടുത്ത നോട്ടിഫിക്കേഷൻ തെളിഞ്ഞത്. ആദ്യ നമ്പറിൽ നിന്ന്. പാറുവിൻ്റെ ഹൃദയം ഒരു നിമിഷം മിടിപ്പ് നിർത്തിയതുപോലെ. മെസ്സേജിനൊപ്പം ഒരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. അറ്റാച്ച് ചെയ്ത ആ ഫോട്ടോയുടെ പ്രിവ്യൂ കണ്ടതും അവളുടെ കണ്ണ് തള്ളിപ്പോയി. അത് ബയോളജി ലാബിൻ്റെ വാതിലാണ്. താഴെ വരികൾ: നാളെ ലാബിൽ കാണാം പാർവതി. ആ ഫോട്ടോ കണ്ട നിമിഷം അവളുടെ മുഖത്തെ രക്തം മുഴുവൻ വറ്റി. അത് വെറും ലാബിൻ്റെ ചിത്രമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് താൻ മറന്നുവെന്ന് കരുതിയ ആ ഭീകരമായ ഓർമ്മയുമായി ആ ലാബ് വാതിലിന് വലിയ ബന്ധമുണ്ടായിരുന്നു. ആ ഓർമ്മയുടെ ഭാരം അവളെ തകർത്തു.
ഫോൺ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു. അവൾക്ക് തോന്നി താനൊരു വലിയ ചിലന്തി വലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഓരോ ചുവടുവയ്പും അവളെ കൂടുതൽ ആഴത്തിലേക്ക് വലിച്ചെടുക്കും. തനിക്ക് രക്ഷപ്പെടാൻ വഴികളില്ല. തന്നെ സഹായിക്കാൻ ആരുമില്ല. ഭയത്തിൻ്റെ ഇരുണ്ട ലോകത്ത് പാറു തനിച്ചായിരുന്നു. നാളെ ആ ലാബ് വാതിലിനപ്പുറം എന്തിനായിരിക്കും തന്നെ കാത്തിരിക്കുക എന്ന് ഓർത്ത് അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. വീണ്ടും ഫോണിലേക്ക് നോക്കിയ പാറുവിന് അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. എപ്പോൾ മെസ്സേജ് വന്നാലും അച്ഛനോ ചേച്ചിയോ അമ്മയോ ചെക്ക് ചെയ്യും എന്ന് കരുതി അവൾ അത് കണ്ട ഉടനെ ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് നമ്പർ ഓർത്ത് വയ്ക്കുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 2 മെസ്സേജ് വന്നപ്പോൾ രണ്ടും 2 നമ്പറിൽ നിന്നാണെന്നുള്ളത് അവൾക്ക് മനസ്സിലായി. ഒന്ന് ബയോളജി സാർ തന്നെ അയക്കുന്നതാണ്. കാരണം ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടതും എല്ലാം വൈശാഖ് സാർ പറയാനേ വഴിയുള്ളൂ. എന്നാൽ ഈ വീഡിയോ അയച്ചത് സാർ ആയിരിക്കുമോ? അല്ല എന്നാണ് അവളുടെ മനസ്സ് പറയുന്നത്. സാറാണ് ഇത് എടുത്തതെങ്കിൽ സാറിൻ്റെ നമ്പറിൽ നിന്ന് മാത്രം അയച്ചാൽ മതിയായിരുന്നല്ലോ. കാരണം സാർ വേറെയും മെസ്സേജ് അയക്കുന്നതല്ലേ. സത്യത്തിൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ വല്ലാത്തൊരു ഭ്രാന്തമായ അവസ്ഥയിൽ അവൾ പെട്ടുപോയിരുന്നു. സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ തൻ്റെ ആദ്യ രശ്മികൾ വിതറുന്നതിനും ഏറെ മുൻപേ സിദ്ധാർത്ഥ് ഉണർന്നിരുന്നു. അലാറം ഘടികാരത്തിൻ്റെ കിലുക്കം മുറിയുടെ നിശബ്ദതയെ ഭേദിക്കുന്നതിനും ഏതാനും നിമിഷങ്ങൾ മുൻപ് തന്നെ അവൻ കണ്ണുകൾ തുറക്കാറുണ്ട്. മനസ്സിൻ്റെ അലാറം അത്ര കൃത്യമായിരുന്നു അവൻ്റേത്. കട്ടിലിൽ നിന്നൊന്നും മടിച്ച് എഴുന്നേറ്റ് സിദ്ധാർത്ഥ് ജനലഴികളിലേക്ക് നടന്നു. പുറത്ത് മഞ്ഞ് പെയ്യുന്നത് പോലെ നേരത്തെ മൂടൽ മഞ്ഞ് നിറഞ്ഞിരുന്നു. ജനൽപ്പാളികൾ തുറന്നതും ഒരു കുളിർന്ന കാറ്റ് അവൻ്റെ മുഖത്തേക്ക് അടിച്ചു കയറി. രാത്രിയുടെ മടിത്തട്ടിൽ നിന്ന് പതുക്കെ വിടവാങ്ങുന്ന പ്രകൃതിയുടെ നനവ് അവൻ ആസ്വദിച്ചു. മുറ്റത്തെ ചെമ്പരത്തി ചെടികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികൾ രാവിലെ വെളിച്ചത്തിൽ മുത്തുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ ഒരു നിമിഷം ആ കാഴ്ചയിൽ മനം മറന്ന് നിന്നുപോയി. ജീവിതം എത്ര ശാന്തമാണ്. പക്ഷേ അതിനുള്ളിൽ ചില ജീവിതങ്ങൾ എത്രമാത്രം കൊടുങ്കാറ്റുകൾക്കിടയിലാണ് ഉഴലുന്നത് എന്ന് അവൻ്റെ മനസ്സ് പെട്ടെന്നോർത്തു. ആ ചിന്തയിൽ നിന്ന് പെട്ടെന്ന് വിടുതി നേടി അവൻ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. അടുക്കളയിൽ നിന്ന് വരുന്ന ചെറിയ ശബ്ദങ്ങൾ ആ വീടിൻ്റെ ഉണർവിനെ അടയാളപ്പെടുത്തുന്നുണ്ടായിരുന്നു. സിന്ധു പതിവ് പോലെ തിരക്കിലാണ്. ഒരു വശത്ത് ചായപ്പൊടിയുടെ മണം വരുന്നു, മറുവശത്ത് ദോശക്കല്ല് ചൂടായി തുടങ്ങിയിരിക്കുന്നു. അതിനിടയിൽ കാർത്തിക്കിനും മീരയ്ക്കുമുള്ള ലഞ്ച് ബോക്സുകളിലേക്ക് കറികൾ പകർന്നു വെക്കുന്നതിൻ്റെ തിരക്ക്. സിന്ധു അമ്മേ, സിദ്ധാർത്ഥ് പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. അവൻ വന്നതറിഞ്ഞതുപോലെ സിന്ധു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എന്താടാ, ഇന്നും നേരത്തെ എഴുന്നേറ്റോ? കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിക്കൂടായിരുന്നോ? അവൻ ഒരു കസേര വലിച്ചിട്ട് അതിൽ ഇരുന്നു. നിങ്ങൾ മാത്രം ഇവിടെ ഓടി നടക്കുമ്പോൾ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും സിന്ധു അമ്മേ? സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് സിന്ധുവിന് വല്ലാത്തൊരാശ്വാസം തോന്നി. അവൾ ഒരു തമാശ രൂപേണ പറഞ്ഞു, ഓഹ്, വലിയ സഹായക്കാരൻ വന്നല്ലോ. ഇന്ന് എന്തൊക്കെയാ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. പരിഹസിക്കണ്ട, ഞാൻ സീരിയസ് ആണ്. എന്താ ചെയ്യാനുള്ളത്? പെട്ടെന്ന് പറ. എന്നിട്ട് വേണം എനിക്ക് പറമ്പിലോട്ടിറങ്ങാൻ. ആദ്യം ആ തേങ്ങ ഒന്ന് ചിരകിത്താ, എന്നിട്ട് ചമ്മന്തി കറിക്ക് തേങ്ങ അരയ്ക്കണം. ആജ്ഞ പോലെ, ചിരിയോടെ പറഞ്ഞ് സിദ്ധാർത്ഥ് ഒട്ടും മടിയില്ലാതെ തേങ്ങ ചിരകുന്ന ചിരവയിലേക്ക് നീങ്ങിയിരുന്നു. അവൻ അതൊക്കെ ചെയ്യുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതൊരു പതിവാണ്. വീട്ടിലെ എല്ലാവരും അത് വളരെ സ്വാഭാവികമായിട്ടാണ് കാണുന്നത്. പക്ഷേ സിന്ധുവിൻ്റെ മനസ്സിൽ ചിലപ്പോൾ അതൊരു ചെറിയ അതിശയമായി നിറയാറുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജോലി സ്ഥലത്ത് വെച്ച് കൂടെയുള്ള സ്ത്രീകൾ സംസാരിച്ച കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. എൻ്റെ മോൻ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കില്ല. എല്ലാം എൻ്റെ കയ്യിൽ തന്നെ കിട്ടണം എന്ന ഭാവമാണ് അവന് എന്നൊരാൾ പറഞ്ഞപ്പോൾ, എനിക്ക് പനി വന്ന ദിവസം പോലും ഒരു നേരം ചായ ഇട്ട് തന്നില്ല ആരും എനിക്ക് എന്ന് മറ്റൊരാൾ പരാതിപ്പെട്ടു. വീട്ടിലെ എല്ലാ ജോലിയും തങ്ങളുടെ മാത്രം തലയിലാണെന്ന് പറഞ്ഞ് അവർ തമ്മിൽ തർക്കിക്കുകയായിരുന്നു. അപ്പോൾ സിന്ധ മൗനം പാലിക്കുകയായിരുന്നു. കാരണം അവർക്ക് അങ്ങനെ പറയാൻ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. താൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ സഹായിക്കാൻ മടിയില്ലാത്ത മക്കൾ. സിദ്ധാർത്ഥ് ആയാലും കാർത്തിക്കും മീരയും ആയാലും അവർക്ക് വീട്ടിലെ ജോലികൾ ഒരു ഭാരമായിരുന്നില്ല. അത് വളർത്തുഗുണം കൊണ്ടാണോ അതോ അവരുടെ സ്വഭാവം കൊണ്ടാണോ എന്ന് സിന്ധുവിന് ഇന്നും തീർച്ചയില്ല. ചില കുട്ടികളെ ഒരേ രീതിയിൽ വളർത്തിയാലും അവർ വ്യത്യസ്തമാക്കാറുണ്ട്. പക്ഷെ തൻ്റെ മക്കൾക്ക് മറ്റൊരാളുടെ ബുദ്ധിമുട്ട് കണ്ടാൽ നോക്കി നിൽക്കാൻ വയ്യ. അവർക്കൊരു സഹായം എന്നത് ഒരു നിർബന്ധമല്ല, അതൊരു ശീലമാണ്. ആ ചിന്ത അവളുടെ മനസ്സിനെ വല്ലാതെ നിറച്ചു കളഞ്ഞു. എന്താ അമ്മേ ഇത്ര ആലോചിക്കുന്നത്? സിദ്ധാർത്ഥിൻ്റെ ചോദ്യം കേട്ട് സിന്ധു ചിന്തയിൽ നിന്നുണർന്നു. ഒന്നുമില്ലടാ.
അല്ല, മുഖഭാവം കണ്ടാൽ എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. നിന്നെക്കുറിച്ച് ആലോചിച്ചതാടാ. അയ്യോ, രാവിലെ തന്നെ തുടങ്ങിയോ? എന്നെ വെറുതെ വിട്ടുകൂടെ? പോടാ ചെക്ക, സിന്ധു കളിയാക്കി. രണ്ടുപേരും ചിരിച്ചു. ആ ചിരിയിൽ അത്രയും നാളത്തെ സ്നേഹവും വിശ്വാസവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് മുകളിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയൊരു ശബ്ദം കേട്ടു. കാർത്തിക്കിൻ്റെയും മീരയുടെയും ബഹളം. അമ്മേ, സിദ്ധാർത്ഥേട്ടാ! മീര എൻ്റെ പുതപ്പ് വലിച്ചെടുത്തു. തണുപ്പ് സഹിക്കാൻ വയ്യ. മീരയുടെ അലർച്ചയ്ക്ക് പിന്നാലെ കാർത്തികിൻ്റെ ശബ്ദം വന്നു. അതിന് പിന്നാലെ മീര തിരികെ വിളിച്ചു കൂവി. കള്ളം പറയല്ലേ, രാത്രി മുഴുവൻ കാർത്തിക് കാലെടുത്ത് എൻ്റെ മേലെ വെച്ചാ കിടന്നത്. അതുകൊണ്ടാണ് ഞാൻ പുതപ്പ് മാറ്റിയത്. നീ എന്താടി പറഞ്ഞത്? സത്യം, നീ കാലെൻ്റെ മേലെ വെച്ചു. കള്ളം! അടുത്ത നിമിഷം മുകളിൽ നിന്ന് ഓട്ടത്തിൻ്റെ ശബ്ദം കേട്ടു. സിന്ധുവും സിദ്ധാർത്ഥും പരസ്പരം നോക്കി. പിന്നെ ഒരുമിച്ച് ചിരിച്ചുപോയി. ഇവരൊന്നും ഒരിക്കലും നന്നാവില്ല. ഈ പ്രായം കഴിഞ്ഞാലും ഇവർ ഇങ്ങനെ തന്നെയാണല്ലോ. സിന്ധു തലയിൽ കൈവച്ചു. ഇല്ല എൻ്റെ അമ്മേ, ഇതാണ് അവരുടെ ഭംഗി. ഈ ബഹളമില്ലാത്ത വീട് എനിക്ക് ഓർക്കാൻ കൂടെ കഴിയില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോഴേക്കും കാർത്തിയും മീരയും വരാന്തയിലൂടെ താഴേക്ക് കുതിച്ചെത്തി. ഇരട്ടകളാണെങ്കിലും സ്വഭാവം രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. മീരയ്ക്ക് മിനിറ്റുകൾ പോലും സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. കാർത്തികിന് ഒരു സ്ഥലത്ത് ചുമ്മാ ഇരിക്കാൻ കഴിയില്ല. അമ്മേ, ഇവളെന്നെ അടിച്ചു. അമ്മേ, അവൻ ആദ്യമാ തുടങ്ങിയത്. മിണ്ടാതിരിക്കും രണ്ടുപേരും. ഒരിത്തിരി സമാധാനം തരില്ല രണ്ടും കൂടെ. സിന്ധു കണ്ണിരുട്ടി. അതോടെ രണ്ടുപേരും തൽക്കാലം നിശബ്ദമായി. പക്ഷെ ആ നിശബ്ദത 2 സെക്കൻഡ് മാത്രം. 3-ാമത്തെ സെക്കൻഡിൽ വീണ്ടും തർക്കം തുടങ്ങി. സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. ഇത്രയും ശബ്ദവും ബഹളവുമുള്ള ഈ വീട് അവന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം ഇവിടെ ആരും ഒറ്റയ്ക്കല്ല. ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ പങ്കിടാൻ മറ്റൊരാളുണ്ടാകും. ആർക്കെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ അത് ആഘോഷിക്കാൻ ഒരു കൂട്ടം ആളുകളുണ്ടാവും. പക്ഷെ അപ്പോഴാണ് അവൻ്റെ മനസ്സറിയാതെ പാറുവിനെ ഓർത്തുപോയത്. അവളും ഇത്രയും ബഹളങ്ങൾക്കിടയിലാണോ വളർന്നത്? അവളുടെ കണ്ണുകളിൽ എപ്പോഴും കാണുന്ന ആ ഭയത്തിൻ്റെ ഉറവിടം എവിടെയായിരിക്കും? അവൻ ആ ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കവേ മീര പറഞ്ഞു തുടങ്ങി. ഇന്നലെ സ്കൂളിൽ ഒരു സംഭവമുണ്ടായി. എന്ത് സംഭവം? സിദ്ധാർത്ഥ് ആകാംക്ഷയോടെ ചോദിച്ചു. ആ വീട്ടിലുള്ളവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ മറ്റുള്ളവർക്ക് വല്ലാത്തൊരു ആകാംക്ഷ തന്നെയാണ്. സംഭവമൊന്നുമില്ല, ഞങ്ങളുടെ ക്ലാസ്സിലെ പാർവതി വീണ്ടും ഒറ്റയ്ക്കിരുന്നതാണ്, കാർത്തിക് കൂട്ടിച്ചേർത്തു. സിദ്ധാർത്ഥിൻ്റെ ശ്രദ്ധ പെട്ടെന്ന് അവരിലേക്ക് തിരിഞ്ഞു. ഉള്ളിൽ ചെറിയൊരു നടുക്കം പോലെ. ഏത് പാർവതി? അവൻ വളരെ സാധാരണ പോലെ ചോദിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദത്തിൽ ഒരു ചെറിയ വിറയലുണ്ടായിരുന്നു. അയ്യോ, ആ പാർവതി ഏട്ടൻ്റെ അടുത്ത് ട്യൂഷന് വരുന്നില്ലേ? മീര മറുപടി പറഞ്ഞു. അതെ, അവൾ എപ്പോഴും അങ്ങനെയല്ലേ. കാർത്തികം തലകുലുക്കി. ആരെങ്കിലും കളിക്കാൻ വിളിച്ചാൽ വരില്ല, സംസാരിക്കാനും വരില്ല. ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് പോലും അവൾ ഒറ്റയ്ക്ക് മാറി. ചില സമയത്ത് അവൾക്ക് ചിരിക്കാൻ പോലും അറിയില്ലെന്ന് തോന്നും, മീര കൂട്ടിച്ചേർത്തു. സിദ്ധാർത്ഥ് മിണ്ടാതെ കേട്ടിരുന്നു. അവൾക്ക് ഫ്രണ്ട്സായിട്ട് ആരുമില്ലേ? അവൻ ചോദിച്ചു. ഉണ്ടാവും, പക്ഷേ ഞങ്ങൾ കണ്ടിട്ടില്ല. അവൾ ആരോടും അധികം മിണ്ടില്ല. എപ്പോഴും എന്തോ പേടിച്ചിരിക്കുന്ന പോലെയാണ്, കാർത്തിക് പറഞ്ഞു. ആ വാക്കുകൾ സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ കനത്തൊരു ഭാരം പോലെ വീണു. അവളുടെ ക്ലാസ്സിലെ കുട്ടികൾ പോലും അത് പറയുമ്പോൾ അതിന് പിന്നിൽ എന്തോ വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൻ ഉറപ്പായി. സാധാരണ നാണമുള്ള കുട്ടികളിൽ പോലും ഒരു സമാധാനമുണ്ടാകും. പാറുവിൻ്റെ കണ്ണുകളിൽ അവൻ കണ്ടത് നാണമല്ല, മറിച്ച് എന്തോ ഒരു ഭയമാണ്. എന്തിൽ നിന്നോ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ ആകുലത. അവൻ അറിയാതെ കയ്യിലിരുന്ന ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചു. പുറത്ത് സൂര്യൻ ഉദിച്ച് വെളിച്ചം പരക്കുകയായിരുന്നു. എങ്കിലും പാറുവിൻ്റെ നിറഞ്ഞ കണ്ണുകളും ആ വിറയ്ക്കുന്ന കൈകളുമാണ് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? അവൾ എന്തിനെയാണ് ഇത്രമാത്രം ഭയക്കുന്നത്? ഈ ചോദ്യങ്ങൾ അന്നേരം സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നി. അവളെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഈ ഭയത്തിൻ്റെ കെണിയിൽ അവൾ എപ്പോഴെങ്കിലും അമർന്നു പോകും എന്നൊരു തോന്നൽ അവനിൽ ശക്തമായി.